തെക്കൻ ഗാസയിലെ നഗരമായ റഫേൽ ഹമാസിനെതിരെ ഇസ്രയേൽ സൈന്യം നടത്തിവന്ന പോരാട്ടം അവസാനത്തിലേക്കെത്തിയതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിനെതിരെ ശക്തമായ പോരാട്ടമാണ് നടത്തിവന്നിരുന്നതെന്നും അത് അവസാന ഘട്ടത്തിലേക്കെത്തിയെന്നും ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞു. യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല, പക്ഷേ ഏറ്റവും പ്രയാസമേറിയ ഘട്ടം റഫേലേതായിരുന്നു. അത് അവസാനിക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിന്റെ അവസാനത്തോടെ മേഖലയിലേക്ക് കൂടുതൽ സൈനിക ശക്തികളെ വിന്യസിക്കാൻ കഴിയും. അവിടെ നിന്ന് വിട്ടുപോയ ആളുകളെ തിരികെ അവിടെ താമസിപ്പിക്കാനായി കൊണ്ടുവരും. ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കാതെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറും അംഗീകരിക്കില്ല. ബന്ദികളാക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരും. ഗാസയിലെ ഹമാസ് ഭരണകൂടത്തെ വേരോട് പിഴുതെറിയുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ല. ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനം ഉറപ്പു നൽകുന്ന കരാറുകൾ ഇനിയും അംഗീകരിക്കുമെന്നും നെതന്യാഹു പറയുന്നു. അതേസമയം ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതിർത്തി മേഖലയിൽ പ്രതിരോധം ശക്തമാക്കും. രാജ്യത്തിന്റെ വടക്ക് ഭാഗം കേന്ദ്രീകരിച്ചാകും കൂടുതൽ സൈനികരെ വിന്യസിക്കുന്നതെന്നും നെതന്യാഹു പറയുന്നു. അതിനിടെ ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിനു ശേഷം തോക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കുതിച്ചുയരുന്നു. സുരക്ഷാ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ആക്രമണത്തിനു ശേഷം തോക്ക് പെർമിറ്റിനായി 42,000 സ്ത്രീകൾ അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ 18,000 അപേക്ഷകൾ സർക്കാർ ഇതിനകം അംഗീകരിച്ചു. യുദ്ധത്തിന് മുമ്പത്തേക്കാൾ 3 ഇരട്ടിയിലധികം വർധനയാണ് തോക്ക് ലൈസൻസിനായി അപേക്ഷിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്നത്. ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷക്കാരനായ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിർ തോക്ക് നിയമങ്ങൾ ലഘൂകരിച്ചതിനാലാണ് ലൈസൻസ് അപേക്ഷകളിൽ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത്. മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രയേലിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും 15,000-ലധികം സ്ത്രീകൾക്കിപ്പോൾ തോക്കുണ്ട്. തോക്ക് വാങ്ങുന്നതിലെ കുതിച്ചുചാട്ടത്തിന് കാരണമായത് ഹമാസ് ആക്രമണമാണെങ്കിലും 2022 അവസാനത്തോടെ സുരക്ഷാ മന്ത്രിയായപ്പോൾ തന്നെ തോക്കുകളുടെ നിയമനിർമ്മാണം പരിഷ്കരിക്കുമെന്ന് ബെൻഗിർ പ്രതിജ്ഞയെടുക്കുകയായിരുന്നു. ആയുധങ്ങൾ കൈവശമുള്ള സിവിലിയന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സ്വയം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ബെൻഗിറിന് കീഴിൽ തോക്ക് ലൈസൻസ് നേടുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി. ഹമാസ് ആക്രമണത്തിന് തൊട്ടുപിന്നാലെ അധികാരികൾ പ്രതിദിനം 100 കണക്കിന് പെർമിറ്റുകൾ ക്ലിയർ ചെയ്യുന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാട്സ് ചർച്ചയ്ക്കായി അമേരിക്കയിലെത്തും. പ്രതിരോധ സഹമന്ത്രി എന്ന ചുമതല കൂടി നൽകിയാണ് കാട്സിനെ ഇസ്രയേൽ അമേരിക്കയ്ക്ക് അയക്കുന്നത്. ഇസ്രയേലിനുള്ള ആയുധ സഹായം തുടരുമെന്നും അമേരിക്ക ആവർത്തിച്ചു. നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട ഇസ്രയേൽ നഗരങ്ങളിൽ തുടർന്ന പ്രക്ഷോഭം അടിച്ചമർത്താൻ സുരക്ഷാ വിഭാഗം രംഗത്തെത്തി. നിരവധി പേർ അറസ്റ്റിലായി. വടക്കൻ അതിർത്തിയിൽ അഭയാർത്ഥികളായി മാറിയ ഇസ്രയേലികൾ ജെറുസലേമിൽ റാലി നടത്തി. ചെങ്കടലിൽ 2 കപ്പലുകൾ കൂടി ആക്രമിച്ചതായി ഹൂതികളും പറഞ്ഞു. റൂവൽ വിമാനവാഹിനി കപ്പൽ ഉടൻ മേഖലയിലെത്തുമെന്നും പെന്റഗൺ അറിയിച്ചു. അതിനിടെ ഗാസയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ. ശനിയാഴ്ച ഗാസ സിറ്റിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 42 പേർ കൊല്ലപ്പെട്ടതായാണ് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മീഡിയ ഓഫീസ് ഡയറക്ടർ അറിയിച്ചത്. മേഖലയിൽ ഏറെ നാളായി തുടരുന്ന മനുഷ്യക്കുരുതിയുടെയും നാശനഷ്ടങ്ങളുടെയും സാഹചര്യങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണം. കഴിഞ്ഞ ദിവസം തെക്കൻ നഗരമായ റഫയ്ക്ക് സമീപമുള്ള ഒരു ടെന്റ് ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ സമാനമായ രീതിയിൽ മാനുഷിക നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെടുകയും 50 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഗാസയിൽ ഇസ്രയേൽ നാശം വിതയ്ക്കുന്നത്. അതിനിടെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ എതിർപ്പ് കൂടി വരികയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.